ഓക്കെ. രേഷ്മ തുടങ്ങിക്കോളൂ. ഹലോ, കേൾക്കാലോ അല്ലേ? യെസ്, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. CNCയുടെ ഭാഗമായിട്ട് വർക്ക് വിത്ത് VC കൂട്ടായ്മ ഒരുക്കുന്ന രണ്ടാമത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം ഫോട്ടോസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങളുടെ പേര് കണ്ടെത്തുന്നതിലെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളും അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത് വർക്ക് വിത്ത് VC കൂട്ടായ്മയുടെ മുൻനിര പ്രവർത്തകരിൽ ഒരാളും സസ്യവർഗീകരണ ശാസ്ത്രത്തിൽ ഗവേഷകനുമായ PT അരുൺരാജ് ആണ്. അരുൺരാജ് ആലപ്പുഴ SD കോളേജിലാണ് തന്റെ ഗവേഷണം നടത്തുന്നത്. അതേസമയം തന്നെ വർക്ക് വിത്ത് VC കൂട്ടായ്മയുടെ എല്ലാ പരിപാടികളിലും നടത്തങ്ങളിലും പങ്കെടുക്കുകയും തന്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു തരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്ലാന്റ് ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളിലും അംഗമാണ് അരുൺ. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നതിന് അരുണിന്റെ അനുഭവ സമ്പത്ത് വളരെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. അരുണിനെയും ഈ ക്ലാസ് കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു രേഷ്മ. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ടോക്കിന് ഒരു അവസരം കിട്ടിയത്. ഞാനൊരു വെബിനാർ ക്ലാസ് എടുത്തിട്ട് കുറേ കാലങ്ങളായി. എൻ്റെ റിസർച്ചിൻ്റെ തിരക്കുകൾ കൊണ്ടും മറ്റുമായിട്ട് 1.5 കൊല്ലത്തോളമായി ഞാനൊരു വെബിനാർ ക്ലാസ്സുകളും എന്നെ ക്ഷണിച്ചാലും എനിക്ക് സന്തോഷത്തോടെ നിരസിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് വർക്ക് വിത്ത് VCയുടെ സെമിനാർ ആയതുകൊണ്ടും അങ്ങനെ നിരസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക് ആയതുകൊണ്ടും ഞാൻ ഇതിലേക്ക് വന്നു ചേർന്നതാണ്. ഇതിലെ ടോപ്പിക്, ഇങ്ങനൊരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ കുറെ ആലോചിച്ചതാണ്. ഡിറൈവിംഗ് പ്ലാന്റ് ID യൂസിങ് ഓൺലി ഫോട്ടോഗ്രാഫ്സ്. ഇന്ന് നമ്മുടെ കയ്യിലെല്ലാം തന്നെ മൊബൈൽ ഫോൺ ഉണ്ട്. ഇപ്പം ഒരു DSLR ക്യാമറയിനേക്കാളും എത്രയോ പവറുള്ള, എത്രയോ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ക്യാമറകൾ മൊബൈലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു സെക്കൻഡോ, 1-2 സെക്കൻഡ് മതി. ഒരു ഫോട്ടോ, ഒരു ചെടിയെ കണ്ടാൽ, ഏതൊരു അല്ലെങ്കിൽ ഒരു ജീവിയെ കണ്ടാൽ ഒരു ഫോട്ടോ എടുക്കാൻ 1-2 സെക്കൻഡുകൾ മതി. അതുകൊണ്ട് തന്നെ ഇന്ന് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഓരോ സമയത്തും വന്നടിയുന്ന ഫോട്ടോഗ്രാഫ്സ്, അത് ഓരോ ജീവിയുടെയും പ്ലാന്റ്സിന്റെ ഉൾപ്പെടെ ജീവജാലങ്ങളുടെ ഫോട്ടോസ് എത്തിച്ചേരുകയാണ്. അതിൽ കുറെയൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടും, കുറെയൊക്കെ അൺഐഡന്റിഫൈഡ് ആയിട്ട് കിടക്കും, കുറെയൊക്കെ മിസ് ഐഡന്റിഫൈഡ് ആയിട്ടുണ്ടാകും. എന്തു തന്നെ ആയാലും പ്ലാൻ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത് അതിന്റെ സാധ്യതകൾ വർദ്ധിച്ചപ്പോൾ, ഇപ്പൊ ഐനാച്ചുറലിസ്റ്റ് പോലെ ഓരോ ജീവജാലങ്ങളുടെയും ഫോട്ടോഗ്രാഫ്സ് എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനും അത് ദീർഘകാലം സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വന്നതോടെ ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് ഏറ്റവും കൺവീനിയന്റ്ലി നമുക്കൊരു ഫോട്ടോ എടുത്ത് ആ ഒരു ജീവജാലത്തെ അല്ലെങ്കിൽ ഒരു സസ്യത്തെ തന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. സസ്യത്തെ നമുക്കതിനെ മനസ്സിലാക്കാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ യൂസുകൾ മനസ്സിലാക്കാനും എല്ലാമുള്ള സാധ്യതകളും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഡോക്യുമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു എത്തിച്ചേർന്നിരിക്കുന്നതിന് ഒരു നല്ല വശമുണ്ട് തീർച്ചയായും. അതിന്റെ ഈ പറഞ്ഞ പോലെ വർഷങ്ങളോളം കാടുകൾ കയറി, അല്ലെങ്കിൽ ഒരു ഏരിയ മൊത്തം ഒരു വലിയൊരു ഏരിയയിൽ നമ്മളൊരു പ്ലാൻ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു സസ്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അത്രയും സ്ഥലത്ത് ഒരാൾക്ക് പോയി പഠന വിധേയമാവാൻ പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാൽ ഇന്ന് ഫോണിലൂടെ ഫോട്ടോസ് എടുത്ത് ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ
അത് സയൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഒരു നല്ല രീതി. സിറ്റിസൺ സയൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ അതാണ്. പക്ഷേ ആ സിറ്റിസൺ സയൻസിലേക്ക് എത്തിച്ചേരുന്ന ഫോട്ടോഗ്രാഫ്സ്, അതിന്റെ ഭാഗമാവുന്ന ഫോട്ടോഗ്രാഫ്സ്, അതിന് ഒരു നല്ല വശവും മോശം വശമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ഈ സിറ്റിസൺ സയന്റിസ്റ്റിന് എപ്പോഴും ആവശ്യമാണ്. ഒരു സാധാരണ ഒരു കോമൺ മാന് ആവശ്യമാണ്. ഇപ്പൊ നമ്മളൊരു സസ്യത്തിന്റെ ഒരു സസ്യത്തെ കണ്ടു, അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു, അത് ഒരാളെ കാണിച്ചു, ഇത് ഈ ചെടിയാണ് എന്ന് പറയുന്നതോടെ അതാണ് എന്നുള്ളത് 100% ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് 100% പറയാൻ സാധിക്കാത്തത് എന്നാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ഏകദേശം തുടക്കമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വളരെ കൺവീനിയന്റ്ലി നമുക്ക് ഫോട്ടോ എടുക്കാം, നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാം, വളരെ ഹാൻഡിയാണ് എന്ന് മൊബൈൽ ഫോണിൽ നമുക്ക് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാം. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പം ഇത് നമുക്കൊരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പോലും ആ സ്പേസിൽ അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൂടെ നമ്മൾ ആ ഡിസ്അഡ്വാൻറ്റേജ് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഈ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിച്ച് പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോഗ്രാഫ്സ് കാണിച്ച് ഒരാളെ പ്ലാന്റ് ഐഡ് ചെയ്യുമ്പോൾ, ഒരാളോട് പ്ലാന്റിന്റെ ഐഡന്റിറ്റി ചോദിക്കുന്ന സമയത്ത്, അപ്പം ആ ഒരു വ്യക്തി അതിൽ എങ്ങനെയാണ് ആ ഫോട്ടോഗ്രാഫിനെ ഡീകോഡ് ചെയ്യുന്നതെന്നും അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ വ്യക്തി ആ ഫോട്ടോയിലുള്ള ഇന്ന ചെടിയാണ് എന്ന് തിരിച്ചറിയുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്കൊരു നല്ല സിറ്റിസൺ സയന്റിസ്റ്റ് ആവാനും ഈ മിസ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഒഴിവാക്കാനും പല പല പ്ലാറ്റ്ഫോംസിൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലായാലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലായാലും ഓരോ പ്ലാൻസിന്റെ ഐഡിയുടെ മുകളിലും പല പല ഡിബേറ്റുകൾ നടക്കാറുണ്ട്. അതല്ല, ഇതാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഐഡിയിലേക്ക് ലീഡ് ചെയ്യുന്ന പല കീസും അതിൽ മിസ്സിംഗ് ആയിരിക്കും ഫോട്ടോഗ്രാഫിൽ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കാണ് ഞാൻ ഈ ഒരു ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മനുഷ്യനും സസ്യങ്ങളും തമ്മിലുള്ള ബന്ധം എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായിട്ട് കണക്കൊന്നും പറയാൻ പറ്റില്ല. പരിണാമത്തിന്റെ ഏതോ ഘട്ടങ്ങളിൽ മനുഷ്യനും സസ്യങ്ങളും തമ്മിൽ ഇടപഴകി ഒരു മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമാണ്. അതിൽ തന്നെ ഏത് ഘട്ടത്തിലായിരിക്കും മനുഷ്യൻ സസ്യങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങിയത്? എന്തായാലും ആ തിരിച്ചറിയുന്നത് അവരുടെ നിലനിൽപ്പിനാവശ്യമായ രീതിയിൽ തിരിച്ചറിയലായിരിക്കും. ഒരു കാട്ടിൽ ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരുപാട് സസ്യങ്ങളുമായിട്ട് ഇടപഴകേണ്ടി വരും. അതിൽ കഴിക്കാൻ പറ്റുന്ന കായ ഉണ്ടാകുന്ന മരങ്ങൾ ഇതാണ്, കഴിക്കാൻ പറ്റാത്ത കായുള്ള മരങ്ങൾ അതാണ്, കുറച്ചുകൂടെ തണല് തരുന്ന മരങ്ങൾ ഇതാണ്, തണലില്ലാത്ത മരങ്ങൾ അതാണ്, മരത്തിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉറപ്പുള്ള മരം ഇതാണ്, ഉറപ്പ് കുറഞ്ഞ മരം ഇതാണ്. അങ്ങനെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്ന കുറെ തിരിച്ചറിവുകളുണ്ട്. സസ്യങ്ങളെ അങ്ങനെ അവര് ഒരു പരിണാമഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതിൽ നിന്ന് മാറി പിന്നീട് ഈ ഒരു തിരിച്ചറിഞ്ഞ സസ്യ അറിവുകൾ അവരെപ്പോഴൊക്കെ ആയിരിക്കും ഒരിടത്ത് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടാവുക? ലിപികളൊന്നും തന്നെ ഇല്ല. ആകെയുള്ളത് വാമൊഴിയായിട്ടുള്ള ചില ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പരിണാമത്തിന്റെ പല ഘട്ടങ്ങളിലും മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കല്ലുകളൊക്കെ ഉപയോഗിച്ച് അവരുടെ ജീവിക്കുന്ന വാസസ്ഥലത്ത് അവർ ഇടപഴകുന്ന സാഹചര്യങ്ങളെ കുത്തിവെക്കാനും വരച്ചു വെക്കാനും എല്ലാം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പുരാതനമായുള്ള പല ഗുഹകളിൽ നിന്നും മാനിന്റെയും ആ ജീവിച്ചിരുന്ന മനുഷ്യർ വേട്ടയാടിയിരുന്ന കാലത്തുള്ള ജീവികളുടെ ചില ചിത്രങ്ങളും ചില
സസ്യങ്ങളുടെ ചിത്രങ്ങളും അങ്ങനെയെല്ലാം തന്നെ അവര് കണ്ടതെന്തോ വരച്ചു വെച്ചത്. ആ വരച്ചു വെക്കണമെങ്കിൽ അവർ ആ സസ്യങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ടാവണം. അവർക്ക് അവിടെ നിന്ന് ആ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിന് ആ സസ്യത്തിനെ അവർ ആശ്രയിച്ചിട്ടുണ്ടാവണം. അപ്പം അവരെ കുറിച്ച് വെക്കുന്നത് വെറും ഒരു സസ്യത്തിന്റെ ചിത്രമല്ല, മറിച്ച് അവർ ഇടപഴകിയ അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞ ആ സസ്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളും അവർ അതിനെ എങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ജീവിതവുമായിട്ട് കൂട്ടി ഇണക്കിയിട്ടുണ്ട് എന്നതിന്റെ ഒരു ഒരു തെളിവ് കൂടിയാണ്. പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ മനുഷ്യരുടെ ചിന്താശക്തി കൂടി വരികയാണ്. ഭക്ഷണത്തിനും അതിന്റെ ആശ്രയത്തിനും വേണ്ടി മാത്രമല്ല, അതിനല്ലാതെ സസ്യങ്ങൾക്ക് ഔഷധം എന്നുള്ള ഒരു ഗുണം കൂടെ ഉണ്ട് എന്നത് മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. അത് മനുഷ്യന്റെ പരിണാമത്തിനെ വളരെ വലിയ തോതിൽ സ്വാധീനിച്ച ഒരു ഘടകമാണ്. സസ്യങ്ങളെ തിരിച്ചറിയുക എന്നത് മാത്രമല്ല, അതിന് എന്തൊക്കെ ഔഷധ ഗുണമുണ്ട് എന്ന് കൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ സസ്യങ്ങളെ കൃത്യതയിലേക്ക് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ മനുഷ്യന്റെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഓരോ സസ്യത്തിന്റെയും ഏത് ഭാഗത്താണ് ഔഷധ ഗുണം ഉള്ളത് എന്ന് കൂടെ മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്റെ അനുഭവ സമ്പത്തിലൂടെയാണ്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന അറിവാണ്. അപ്പം ഒരു സസ്യത്തിന്റെ വേര് ഒരു ഔഷധ കൂട്ടായിട്ട് ഒരു രോഗത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഏത് സസ്യമാണെന്നും ആ സസ്യത്തിന്റെ വേരിലാണ് ഔഷധം ഇരിക്കുന്നതെന്നൊക്കെ മനുഷ്യൻ തിരിച്ചറിയണം. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാണ് ഈ പെർട്ടിക്കുലർ പ്ലാന്റ് ആണ് ഔഷധമെന്നും അതിന്റെ തന്നെ വേരിലാണ് ഔഷധമുള്ളതെന്നും ഏത് കാലത്ത് ചില സസ്യങ്ങൾക്ക് എല്ലാ കാലത്തും ആ ഔഷധ ഗുണം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ആ സമയത്ത് പോലെ കിട്ടുമെന്നുള്ളതും അതെല്ലാം മനുഷ്യൻ കൃത്യമായി സസ്യങ്ങളെ തിരിച്ചറിയാനും നിരീക്ഷിക്കാനും അവരുടെ ചിന്താശക്തി ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് ഇതുപോലെ പല ആയുർവേദ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മനുഷ്യൻ തിരിച്ചറിഞ്ഞ സസ്യങ്ങളെ കുറിച്ച് വെച്ച രേഖകൾ പലതുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും അമൂല്യമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രചനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എന്തുകൊണ്ട് ഹോർത്തൂസ് മലബാറിക്കസ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്ന ഒരു കാര്യം അതിലെ ഡീറ്റെയിലിംഗ് ആണ്. ചെറിയ കാര്യങ്ങൾ പോലും അതിൽ അത്രയും ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. അത് ചിത്രങ്ങളിലൂടെയാണ്. ഈ ചിത്രങ്ങൾ എവിടെ നിന്ന് വരച്ചെടുത്തു? പ്രകൃതിയിൽ വളരുന്ന സസ്യങ്ങളെ നോക്കിയിട്ടാണ് അതിന്റെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അവർ വരച്ചെടുത്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് ഞാൻ പറയും. ഈ ഒരു ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ചുറ്റും കാണുന്ന വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കവുങ്ങാണ്. നമുക്ക് അടയ്ക്ക കിട്ടുന്ന കവുങ്ങ്. അതിന്റെ 2 ചിത്രങ്ങളാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ഒരു കവുങ്ങ് പൂത്തു നിൽക്കുന്ന ചിത്രമാണ്. അതിൽ ആ കവുങ്ങിന്റെ പാള നിൽക്കുന്നത് നോക്കുക. അതോടൊപ്പം പിന്നീട് വരച്ചിരിക്കുന്നത് കവുങ്ങ് കായ്ഫലമായ ശേഷമുള്ളതാണ്. അതിന്റെ താഴെ 2 ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. തൈയുടെ 2 സ്റ്റേജാണ്. കൂടാതെ ഒരു വലിയ അതിന്റെ കവുങ്ങിന്റെ ഈ ഓല വരച്ചു വെച്ചിട്ടുണ്ട്. അതിന് താഴെ ഒരു അടയ്ക്ക വരച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വരയ്ക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യം ഏറ്റവും ആധികാരികമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ ഒബ്സർവേഷനാണ്. അത്രയും കീൻ ഒബ്സർവേഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര കീനായിട്ട് വരയ്ക്കാൻ പറ്റൂ. അവരതിന്റെ ഓരോ ഇലയുടെ അറ്റം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പൂവിന്റെ പൂ ഇങ്ങനെയാണ്. അത് അത്രയും മൈന്യൂട്ടായിട്ട് വരയ്ക്കണമെങ്കിൽ അത്രയും നിരീക്ഷണം അതിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം മനുഷ്യൻ സസ്യങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവയുടെ ഓരോ സ്വഭാവ ഗുണങ്ങളും നിരീക്ഷിക്കാൻ തുടങ്ങി. ആ സ്വഭാവ ഗുണങ്ങളാണ് നമുക്ക് ഇനി അങ്ങോട്ട് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. ഓരോ സസ്യങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ. അതായത് ഒരു സസ്യം എന്ന് പറയുന്നത്
ചിലപ്പോൾ ചിലപ്പം ഭൂമിക്കടിയിൽ അതിന് കിഴങ്ങുകളുള്ള സസ്യങ്ങൾ ഉണ്ടാവും, കിഴങ്ങുകൾ ഇല്ലാത്ത സസ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഭൂമിക്കടിയിൽ തായ്വേര് പടലങ്ങളുള്ള സസ്യങ്ങൾ ഉണ്ടാവും, നാരുവേര് പടലങ്ങളുള്ള സസ്യങ്ങൾ ഉണ്ടാവും. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പം അതും ഒരു സസ്യത്തിന്റെ സ്വഭാവ ഗുണമാണ്. അപ്പൊ ഭൂമിക്കടിയിൽ നിന്ന് തുടങ്ങി വേരിൽ നിന്നും വേരിന്റെ ഗുണങ്ങൾ എന്തൊക്കെ, വേരെങ്ങനെയുള്ളതാണ്, തണ്ട് എങ്ങനെയുള്ളതാണ്, തണ്ടിലെ ഇല എങ്ങനെയുള്ളതാണ്, ഇലയുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പൂങ്കുലയുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പൂവിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഓരോ പൂവിന്റെ ഉൾഭാഗത്തുള്ള ഓരോ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറിയ വിത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പൂമ്പൊടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിച്ച ശേഷം ഒരു വേര് മുതൽ നമുക്ക് പഠിക്കാൻ സാധ്യമായ എല്ലാ സ്വഭാവ ഗുണങ്ങളും പഠിച്ചാൽ മാത്രമേ ഒരു സസ്യം എന്നതിൻ്റെ പൂർണ്ണമാവുകയുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം, ഒരു ഓർത്തോസ് മലബാറിക്കസിലെ ഒരു ചിത്രം നമുക്ക് ഇന്നും വളരെ ആധികാരികതയോടെ നമുക്ക് റിസർച്ച് പർപ്പസിന് ഉപയോഗപ്പെടുത്താം എന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഒരു സസ്യത്തെ നമുക്ക് അത്രത്തോളം ഡീറ്റെയിൽ ചെയ്യാവുന്നു, അത്രത്തോളം ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഈ ചിത്രങ്ങളിൽ വരച്ചിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാൻ സാധിക്കും. ഈ സ്വഭാവ ഗുണങ്ങളിലുള്ള അതേ സസ്യത്തെ നമുക്ക് തൊടിയിൽ നമുക്ക് കണ്ടെത്താനും സാധിക്കും. അപ്പൊ അവിടെയാണ് സസ്യങ്ങളെ തിരിച്ചറിയുന്നത്, സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കി സസ്യങ്ങളെ തിരിച്ചറിയുന്നത്. അതിൻ്റെ ഒരു എത്രത്തോളം നമ്മൾ അതിനെ നിരീക്ഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിനുശേഷം 1600-കളിലാണ് ഓർത്തോസ് മലബാറിക്കസ് വന്നത്. ഞാനിത് പ്രധാനപ്പെട്ട സ്റ്റേജുകൾ മാത്രമേ കടന്നുള്ളൂ. അതിനിടയിൽ കുറെ ഈ വരകളൊക്കെ വന്നിട്ടുണ്ട്, വരകളും കുറെ സ്റ്റെപ്പുകൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നീട് വന്ന ഇന്ത്യൻ ബോട്ടണിയിൽ എടുത്തു പറയേണ്ട കുറെ ബൊട്ടാണിസ്റ്റുകളുണ്ട്. അവരുടെ ഇല്ലൂസ്ട്രേഷൻസ് ആണ് നമ്മൾ ഇന്നും പഠന വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. റോബർട്ട് വൈറ്റ്, ആർഎസ് ബെഡും വില്യം റോസ്ബർ അവരെ പോലുള്ള ബൊട്ടാണിസ്റ്റുകൾ അവർ വരച്ചു വെച്ചിരിക്കുന്ന സ്കെച്ചുകളുണ്ട്. അത് ഈ ഓർത്തോസ് മലബാറിക്കസിൽ അന്ന് 1600-കളിലുള്ള സാധ്യതകൾ വെച്ച് വരച്ച ചിത്രവും ഈ ചിത്രങ്ങളെല്ലാം വരയ്ക്കപ്പെട്ടിരിക്കുന്നത് 1800-കളിലാണ്. അന്ന് ഒരു ഹാൻഡ് ലെൻസും അന്നത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള മൈക്രോസ്കോപ്പുകളും മാത്രമേ ഉള്ളൂ. അവ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഓരോ സസ്യത്തിനെയും പഠിക്കുന്നതും. ഇതുപോലുള്ള ഫോട്ടോ പ്ലേറ്റുകളും, ഇതിന് പറയുന്ന പേര് ഐക്കൺ എന്നാണ്. അത് വളരെ പ്രശസ്തമായ ഐക്കൺ പ്ലാന്റാരം എന്ന് പറഞ്ഞ ബുക്കിലുള്ള റോബർട്ട് വൈറ്റിന്റെ ബുക്കിലുള്ള ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു സസ്യം എന്നാൽ അതിന്റെ അടിമുടിയുള്ള സ്വഭാവ ഗുണങ്ങൾ ഒരു പ്ലേറ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ പ്ലേറ്റ് മതി, ഒരു ഇല്ലൂസ്ട്രേഷൻ മതി ഇത് ഏത് സസ്യമാണെന്ന് തിരിച്ചറിയാം. കാരണം അതിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വള്ളിച്ചെടിയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഇലയുടെ രൂപം എന്താണ്, ഇലയുടെ വശം എങ്ങനെയാണ്, ഇലയുടെ അഗ്രഭാഗം എങ്ങനെയാണ്, ഇല എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പൂങ്കുല എങ്ങനെയാണ്, കായ എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ഇവിടെ കൃത്യമായിട്ട് ആ ഒരു കൊമ്പ് വരച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഉപരി ചില ഭാഗങ്ങൾ, ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ നോക്കുക, ആ ഭാഗങ്ങൾ നമ്മൾ ഒരു കൊമ്പ് ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഭാഗങ്ങളല്ലത്. അതൊരു പൂവിന്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങളുണ്ട്. കായയുടെ ഉൾഭാഗത്ത് ചിലപ്പോൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും ഭാഗങ്ങൾ പോലും അവർ കീറി മുറിച്ച് പരിശോധിച്ച് അത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഫൈൻ ഡീറ്റെയിൽസ് ഇതുപോലുള്ള ബൊട്ടാണിസ്റ്റുകൾ അവരുടെ ഇല്ലൂസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ എത്രത്തോളം ഇതുപോലുള്ള ഇതിന്റെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ലഭ്യമായ എത്ര സ്വഭാവ ഗുണങ്ങൾ നമുക്ക് പഠന വിധേയമാക്കാനും രേഖപ്പെടുത്തി വെക്കാനും സാധിക്കുന്നുണ്ടോ, അത്രത്തോളം ആ സസ്യത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള സംശയങ്ങൾ കുറഞ്ഞു വരും. അപ്പൊ ഈ സസ്യത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കൃത്യമാണ്, അതിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അതിലുണ്ട്.
അതിന്റെ ഹാബിറ്റ് എന്താണ്, അതൊരു ക്ലൈംബർ ആണ് എന്നത് മുതൽ അതിന്റെ നമുക്ക് ആ ഒരു സസ്യത്തിനെ വിവരിക്കാൻ പറ്റുന്ന എല്ലാ സ്വഭാവ ഗുണങ്ങളും ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കാണിച്ചിരിക്കുന്നത് റോബർട്ട് വൈറ്റിന്റെ ഐക്കണാണ്. ഇനിയുള്ളത് ഇതും റോബർട്ട് വൈറ്റിന്റെ തന്നെയാണ്. ഇതിലെ സ്കെച്ച് നോക്കിയാലും മനസ്സിലാവും കൃത്യമായിട്ട് ഒരു സസ്യത്തിനെ വരച്ചു വെച്ചിരിക്കുകയാണ്, അതൊരു വള്ളിച്ചെടിയാണ് എന്നതിനോടൊപ്പം തന്നെ അത് പുറമെ നിന്ന് കാണുന്നതിനപ്പുറം അത് പൂക്കളും കായ്കളും കീറി മുറിച്ചുള്ള ചിത്രങ്ങൾ വരെ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇല്ലൂസ്ട്രേഷൻ ഇനിയൊരു പഠന വിധേയമാക്കുന്ന സമയത്ത് പോലും അതിന്റെ ഐഡന്റിറ്റിയിൽ ഒരു കൺഫ്യൂഷൻ വരില്ല. അത് കൃത്യമായിരിക്കും. ആ ഒരു കൃത്യത, ആ ഒരു ഐഡന്റിഫിക്കേഷനിലെ ആ കൃത്യത നിലനിർത്താനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എത്രത്തോളം സ്വഭാവ ഗുണങ്ങൾ അതിൽ പഠനവിധേയമാക്കിയിട്ടുണ്ട് എന്നതാണ്. ഒരു സസ്യത്തിന്റെ ഏതൊക്കെ എത്രത്തോളം സ്വഭാവ ഗുണങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് ആ സസ്യത്തെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഇത് ആർച്ച് ബെഡോമിന്റെ ഐക്കണാണ്. വൈറ്റിന്റെ സ്കെച്ചിനും സ്കെച്ചിൽ നിന്ന് കുറച്ചൊരു പാറ്റേണിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും സെയിം. ഒരു സസ്യത്തിന്റെ ഒരു കൊമ്പ് വരച്ചെടുക്കുകയാണെങ്കിൽ സസ്യത്തിന്റെ കൊമ്പും അതിന്റെ പാറ്റേണും അതിന്റെ നെർവ് പാറ്റേൺ പോലും വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറം ഒരു അതിന്റെ പൂവ് കീറി മുറിച്ചാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഫൈൻ ഡീറ്റെയിൽസ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു മെത്തേഡാണ് ഹെർബേറിയം. അതായത് ഇപ്പൊ നമുക്കൊരു പഴയ കാലത്ത് നമുക്ക് ക്യാമറകളില്ല, മറ്റ് ഇതുപോലെ കാണുന്ന ഒരു സസ്യത്തിനെ രേഖപ്പെടുത്തി വെക്കാൻ വേറെ വഴികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച ഒരു മെത്തേഡാണ് ഇല്ലൂസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു സസ്യത്തിനെ കാണുന്നു, അതിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും വരച്ചു വെക്കുകയാണ്. മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഹെർബേറിയം. ഹെർബേറിയം എന്ന് പറയുന്നത് ഒരു സസ്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു കമ്പ് ഒടിച്ചെടുത്ത ശേഷം അതിൽ പൂവോ കായോ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എടുത്ത ശേഷം അതിനെ കൃത്യമായിട്ട് ഉണക്കിയെടുത്ത് വെള്ളത്തിന്റെ അംശം പൂർണ്ണമായിട്ട് കളഞ്ഞ ശേഷം അതിനെ ഒരു ഷീറ്റിൽ ഒട്ടിച്ച് ഹെർബേറിയം സ്പെസിമൻ ആയിട്ട് സൂക്ഷിക്കുകയാണ്. ഈ ഹെർബേറിയം സ്പെസിമൻ ഇതിപ്പോ 1696 ഒരു കളക്ഷനാണ്, ക്യൂവിലുള്ള ഒരു കളക്ഷനാണ്. അക്കേഷ്യ പോളിയാക്കാന്ത എന്നുള്ളൊരു ചെടിയുടെ സ്പെസിമനാണിത്. 400 വർഷത്തിനടുത്തായി ഈ ഒരു സ്പെസിമൻ കളക്ട് ചെയ്തിട്ട്. പക്ഷെ ഇന്നും നമുക്ക് ആ ഒരു സ്പെസിമന്റെ ഐഡന്റിറ്റിയിൽ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ നമുക്ക് നേരിട്ട് പോയി നോക്കാം. അതിന്റെ ഇല എങ്ങനെയാണ്, ഇലയുടെ വലിപ്പം എന്താണ്, പൂവ് എങ്ങനെയാണ്, പൂങ്കുല എങ്ങനെയാണ്, നമുക്ക് നേരിട്ട് റീചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അത്രയും സ്വഭാവ ഗുണങ്ങളെ നമുക്ക് വീണ്ടും പഠന വിധേയമാക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഹെർബേറിയം സ്പെസിമനുകളിൽ. പിന്നെ ചില സ്പെസിമെൻസിൽ ഹെർബേറിയം സ്പെസിമെൻസിൽ ചില ആളുകൾ സ്പെസിമെൻ കളക്ട് ചെയ്ത ശേഷം ഉണക്കി ഹെർബേറിയം ഷീറ്റിലേക്ക് ഒട്ടിക്കും. ചെറിയ ഫ്ലവറൊക്കെ ആണെങ്കിൽ, ചെറിയ പൂക്കളൊക്കെ ആണെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മുറിച്ചെടുത്ത് വീണ്ടും പഠന വിധേയമാക്കുമ്പോൾ അതിന്റെ ആക്യുറസി നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റിയിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത ആളുകൾ തന്നെ അതിനെ ആ കളക്ട് ചെയ്ത സമയത്ത് ആ പൂക്കൾ കീറി മുറിക്കുകയും അതിന്റെ ഉത്ഭവത്തൊക്കെ എങ്ങനെയാണോ അതിനെ കണ്ടത് അതിനെ വരച്ച് വെച്ച് അതിന്റെ പേപ്പർ കട്ടിങ്സും ഈ ചെടിയുടെ സ്പെസിമെന്റെ കൂടെ ഹെർബേറിയം ഷീറ്റിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. ഇത് ബർമാനിയ എന്ന് പറയുന്ന ഒരു ജീനസിൽ പെടുന്ന ഒരു ചെടിയുടെ സ്പെസിമെൻ. ഇതിന്റെ ഫ്ലവർ വളരെ ചെറുതാണ്. അപ്പൊ ഇത് നമുക്കതിന്റെ ലൈവ് സ്പെസിമെനിൽ നിന്ന് തന്നെ കീറി മുറിക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കീറി മുറിച്ച് അതിന്റെ ടാക്സോണമിക് ഐഡന്റിറ്റി സ്റ്റഡി ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ അതിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം, ഒരു വരച്ച ചിത്രം അതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നത്. അപ്പൊ ഈ വരച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് അത്രയും ചെറിയ ഭാഗങ്ങളാണ്. അതായത് ആ ഒരു സസ്യത്തിന്റെ ആ പൂവിന്റെ ഉള്ളിലുള്ള 1 മില്ലിമീറ്റർ, അതിൽ 1/2 മില്ലിമീറ്റർ, ചിലപ്പോൾ 1/4 മില്ലിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ ഭാഗങ്ങളാണ് ഇത്രയും കൃത്യതയോടെ ഇത് ഉണക്കുന്ന സമയത്ത് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടാക്സോണമിക് ഐഡന്റിറ്റിയിൽ നമുക്ക്
ഉണ്ടാവാനുള്ള സാധ്യതയുള്ള കൺഫ്യൂഷൻസ് കുറഞ്ഞു വരും. ഇനിയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ഇല്ലൂസ്ട്രേഷൻ, ഹെർബേറിയം സ്പെസിമെൻ, പിന്നെ ഒന്ന് വിട്ടുപോയി, അത് നേരിട്ട് പ്രിസർവ് ചെയ്യാം. ഒരു പ്ലാന്റിനെ കളക്ട് ചെയ്ത ശേഷം അതിനെ സ്പിരിറ്റിലോ മറ്റേ ഏതെങ്കിലും പ്രിസർവേറ്റീവില് സൂക്ഷിച്ചു വെക്കാം. അതും ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം സൂക്ഷിച്ചു വെക്കുന്ന സ്പെസിമെൻസ് ഉണ്ട്. അത് ശരിക്കും പ്ലാന്റ്സിനേക്കാളും എലിമെന്റ്സിന്റെ കേസിലാണ് കൂടുതൽ ഉണ്ടാവുക. എങ്കിൽ പോലും പ്ലാന്റ്സിന്റെ കേസിലും അങ്ങനെ ലോങ് ടൈം സൂക്ഷിച്ചു വെക്കുന്ന രീതികളും പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്പെസിമെന്റെ ഒരു ഐഡന്റിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിമെൻ ആണ് അതും. അപ്പൊ അവിടെ ആ ഒരു പ്രിസർവേറ്റീവിൽ നിന്ന് ആ സ്പെസിമെൻ പുറത്തെടുത്ത് അത് കീറി മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പൂവിന്റെ ഉൾഭാഗത്ത് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളുണ്ട്, അതിന്റെ നമുക്ക് പഠിക്കാൻ ആവശ്യമായ നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ 3 മെത്തേഡ് ആയാലും, ഇല്ലൂസ്ട്രേഷൻ ആയാലും, ഹെർബേറിയം ആയാലും, പ്രിസർവ് ചെയ്ത മെറ്റീരിയൽ ആയാലും, അതിൽ നിന്ന് നമുക്ക് എല്ലാ സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ സ്വഭാവ ഗുണങ്ങളെയും പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഐഡന്റിഫിക്കേഷൻ കുറെയൊക്കെ ആക്യുറേറ്റ് ആവും. എത്രത്തോളം സ്വഭാവ ഗുണങ്ങളെ നമ്മൾ കൃത്യതയോടെ മനസ്സിലാക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ആ ഒരു പ്ലാന്റിനെ നമുക്ക് കൃത്യതയോടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക. നമ്മളൊരു മൊബൈൽ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജസ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ഇപ്പൊ ഈ ഒരാള് അയച്ചു തന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ഏതാ പ്ലാന്റ്? അപ്പൊ നാം തീർച്ചയായും പറയും ഇതൊരു എരിയോകോളൻ ആണ്, എരിയോകോളൻ ജനസിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇത് ഏതാണ് സ്പീഷീസ്? അപ്പം സ്പീഷീസ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം ഓക്കെ എന്ന് പറഞ്ഞ് വളരെ ഓക്കെ എന്നും പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അതെന്താ പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരു എരിയോകോളൻ എന്ന ജനസിൽപ്പെട്ട ഒരു സസ്യത്തെ ഐഡന്റിഫൈ ചെയ്യാൻ, സ്പീഷീസ് ലെവലിൽ ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യമായ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് അതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് പ്രധാന കാരണം. അതിന്റെ ഇപ്പുറം ഞാനൊരു ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ കാണുന്നത് ഒരു എരിയോകോളന്റെ ഹെഡാണ്. അതായത് ഈ എരിയോകോളൻ ഈ കാണുന്ന ചെടിയുടെ മുത്ത് പോലെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു പൂവല്ല, ഒരു പൂങ്കുലയാണ്. അത് 1 സെന്റിമീറ്ററിൽ താഴെ അല്ലെങ്കിൽ 1/2 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ആ മുത്ത് പോലെയുള്ള ഭാഗം. അതിന്റെ ഒരു എല്ലാവരുടെ ഫോട്ടോ ആണ് കൊടുത്തത്. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള റോബിൻസൺ, ആളൊരു മൈക്രോ വിദ്വാനാണ്, ആളെടുത്ത ഫോട്ടോ ആണ്. അതിൽ ഈ കാണുന്നതെല്ലാം ഇൻവെലുക്രൽ ബ്രാക്റ്റ് ആണ്. അതിനുള്ളിൽ ഫ്ലോറൽ ബ്രാക്റ്റ് ഉണ്ടാവും. അതിനുള്ളിൽ ഒരുപാട് 100 കണക്കിന് പൂക്കൾ ഉണ്ടാവും. അപ്പൊ ആലോചിക്കുക, ഇത്രയും ചെറിയൊരു മുത്ത് പോലെ കാണുന്ന ഈ ഭാഗം ഒരു പൂങ്കുലയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ആ പൂക്കൾക്കെല്ലാം തന്നെ ഇതളുകൾ ഉണ്ടാവും. നമ്മൾ കാണുന്ന പോലെ ചെമ്പരത്തിയുടെ ഇതൾ പോലെയോ അല്ലെ അങ്ങനത്തെ ഇതളുകളല്ല. വളരെ അതിന്റെ ആ ഒരു സസ്യത്തിന് അതിജീവിക്കാൻ എത്രത്തോളം ഇതളുകൾ വേണമോ അത്രത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറുതായിരിക്കും, കുഞ്ഞായിരിക്കും. അതിന്റെ ആ ഓരോ ഇതളുകളുടെയും സ്വഭാവ ഗുണങ്ങൾ, അതിലുള്ള രോമങ്ങൾ ഉണ്ടോ ഇല്ലയോ, അതിന്റെ ഷേപ്പ് എന്താണ്, അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സ്വഭാവ ഗുണങ്ങൾ പോലും നമ്മൾ പഠിച്ചാൽ മാത്രമേ എരിയോകോളൻ എന്നതിനെ സ്പീഷീസ് ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഞാൻ ഈ ജീനസ് എടുത്തത് വിശദീകരിക്കാൻ കാരണം വേറൊന്നും കൂടെ ഉണ്ട്. എരിയോകോളൻ എന്ന ജനുസിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്പീഷീസ് ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് അതിന്റെ സീഡാണ്. അതായത് കണ്ടാൽ ഒരേപോലെ ഇരിക്കുന്ന എരിയോകോളൻ തന്നെ സീഡിൽ വ്യത്യാസം വരും. അത് വേറെ വേറെ സ്പീഷീസ് ആയി മാറാം. അതൊരു എവല്യൂഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ സീഡിന്റെ ഘടന, സീഡിന്റെ മുകളിലുള്ള അതിന്റെ പാറ്റേണുകൾ, ഇതെല്ലാം തന്നെ ഒരു എരിയോകോളൻ എന്ന ജനുസിൽപ്പെട്ട സസ്യത്തെ സ്പീഷീസ് ലെവൽ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കിയേ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
ഇവിടെ നോക്കുക, ഈ മൂന്ന് സീഡിന്റെ ചിത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ക്യൂബുളറ്റിൽ വന്ന ഒരു പേപ്പറിൽ നിന്ന് ഞാൻ എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതിൽ ഈ 3 സീഡുകളും ഒരേപോലെ ഇരിക്കുന്ന എരിയോക്കോളിൽ നിന്ന് എടുത്തതാണ്. ഒറ്റ നോട്ടത്തിൽ എല്ലാം തന്നെ എരിയോക്കോളനാണ്, ഒരേപോലെ ഇരിക്കുന്ന ഒരേ ഹാബിറ്റാറ്റിൽ വളരുന്ന എരിയോക്കോളിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ അതിന്റെ സീഡിന്റെ ഷേപ്പിലെ വ്യത്യാസം നോക്കുക, അതിന്റെ മുകളിലുള്ള സീഡ് ആർക്കിടെക്ചറിലുള്ള വ്യത്യാസം നോക്കുക. അപ്പം ഈ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ടോ നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ടോ എടുക്കുന്ന ചിത്രങ്ങളല്ല, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് എടുക്കുന്നതാണ്. അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ടുള്ള നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും ചെക്ക് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ള തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ വരെ സ്പീഷീസിനെ തിരിച്ചറിയാൻ അതിന് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ആ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം തിരിച്ച് നമ്മൾ വീണ്ടും നേരത്തെ എടുത്ത ഫോട്ടോഗ്രാഫിലേക്ക് പോവുക. ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതേതാ സ്പീഷീസ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടാകുന്നു. ഒരാളെ സംബന്ധിച്ച് അതൊരു എരിയോക്കോളൻ ആണ് എന്നറിയാം. അതിനപ്പുറത്തേക്ക് അതൊരു സ്പീഷീസ് ലെവലിൽ ഇത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് മതിയാവില്ല എന്നുള്ളതിന്റെ ഉത്തരം, എന്തുകൊണ്ട് ഇത് മതിയാവില്ല എന്നതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ജനസിലുള്ള സ്പീഷീസുകളെ തിരിച്ചറിയാൻ നമുക്ക് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള, അത്രയും ഫൈൻ ഡീറ്റെയിൽസ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വളരെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പോലും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സ്റ്റഡി ചെയ്താൽ മാത്രമേ അതിന് സ്പീഷീസ് ലെവലിൽ തിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ എരിയോക്കോളിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു ജീനസിനെ കുറിച്ച് ഞാൻ പറയാം, സ്ട്രൊബൈലാന്തസ്. സ്ട്രൊബൈലാന്തസ് കുറിഞ്ഞിച്ചെടികളിൽ പ്രധാനമായിട്ടും ഈ ഒരു സ്പീഷീസ് ഐഡന്റിഫിക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവ ഗുണം അതിന്റെ പോളൻ ഗ്രെയിൻ ആണ്. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് പൂമ്പൊടി നമുക്ക് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചാൽ പോലും അതൊരു തരിയായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനെ ഇതേപോലെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പരിശോധിച്ചിട്ട് അതിന്റെ ആ സീഡ് പോളന്റെ ആർക്കിടെക്ചർ ഒക്കെ സ്റ്റഡി ചെയ്താൽ മാത്രമേ ഈ സ്പീഷീസ് ആണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഈ എരിയോക്കോളന്റെ അത്ര കോംപ്ലിക്കേഷൻ നമുക്ക് അവിടെ ഇല്ല. പലപ്പോഴും നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ കഴിയുന്ന പല ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് അത് സ്പീഷീസ് ഇതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ പോളൻ ഗ്രെയിൻ എന്നത് ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും മറ്റ് ബാഹ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നത് കൊണ്ട് ഇതുപോലുള്ള എരിയോക്കോളേസിയ, സൈപ്രേസിയ, പോയേസിയ പോലുള്ള ഫാമിലികളെ താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻ കുറവാണ് എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ട്. ഒരു സസ്യത്തിനെ തിരിച്ചറിയാൻ വേണ്ടത് അതിന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെ നമ്മൾ പഠന വിധേയമാക്കണം എന്ന് പറഞ്ഞു. ഒരു സസ്യത്തിനെ നമുക്ക് അത് ഏതൊരു സ്പീഷീസ് ആണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു സ്വഭാവ ഗുണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യമില്ല. അതിന്റെ A to Z സ്വഭാവ ഗുണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ പഠന വിധേയമാക്കിയാൽ മാത്രമേ ഇത് ഈ ഒരു സ്പീഷീസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിൽ നിന്നോ അല്ലെങ്കിൽ 1 or 2 ഫോട്ടോഗ്രാഫിൽ നമുക്ക് പറ്റില്ല. അപ്പൊ അതിനനുസൃതമായുള്ള രീതിയിൽ പല ഫോട്ടോഗ്രാഫുകൾ നമ്മൾ എടുക്കേണ്ടി വരും. സസ്യത്തിന്റെ പല ഭാഗങ്ങളുടെയും പല ഫോട്ടോഗ്രാഫുകൾ നമ്മൾ പകർത്തേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ചില സ്വഭാവ ഗുണങ്ങളാണ്. ചിലപ്പോൾ ഒരു പൂ ഒന്ന് പൊളിച്ചു നോക്കേണ്ടി വരും. പലത് കിഴങ്ങുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇളക്കി നോക്കുക. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം പലപ്പോഴും ആ സസ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും നമുക്ക് ഒരു സസ്യത്തിന്റെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് നമുക്ക് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് ആകെ വേണ്ടത് 1 or 2 സെക്കൻഡ് മാത്രമാണ്. അപ്പം നമ്മൾ അതിന്റെ പരമാവധി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുക. പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ശ്രമിക്കുക. പൂവിന്റെ മാത്രം ഒരു സസ്യം പൂവിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പൂവിന്റെ മാത്രം ഫോട്ടോ അല്ല, അതിന്റെ പൂവും പൂങ്കുലയും അതിന്റെ മൊത്തം ഒരു സസ്യം എങ്ങനെയാണോ അതിന്റെ മൊത്തം ഫോട്ടോസും
പിന്നെ ഇലയുടെ ഫോട്ടോ, പൂവിന്റെ ഫോട്ടോ, പൂങ്കുലയുടെ ഫോട്ടോ, കായയുടെ ഫോട്ടോ, അതിനെ പല ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ ആ മൊത്തം ഫോട്ടോഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് കൃത്യമായ ഐഡന്റിഫിക്കേഷൻ കൃത്യമാകാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടി വരും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന രീതി, അതായത് ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും ഉണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സസ്യത്തിനെ, അതിന്റെ നിലനിൽപ്പിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നില്ല. ഒരു കാട്ടിൽ കയറി അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒരു സസ്യത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവരേണ്ടി വരുന്നില്ല. അപ്പം ഈ പഴയ കാലത്ത് ഈ റോബർട്ട് വൈറ്റിന്റെ സമയത്തായാലും പിന്നീട് ബെഡ്ഡോമിന്റെ സമയത്തൊക്കെ ആയാലും അവര് ട്യൂബൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് പിന്നീട് വരച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ആ ഒരു ടിഗ് ഒടിച്ചെടുത്ത് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്കൊരു ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാന്റിനെ ഒരു തരത്തിലും നമുക്ക് അതിന്റെ ഒരു ഭാഗം നശിപ്പിക്കാനോ ഒന്നും തന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്കൊരു ഫോട്ടോ എടുത്താൽ മതി. അതാണ് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇതിന്റെ ഡാറ്റ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സ്കെച്ച് ഇല്ലൂസ്ട്രേഷൻസ് എന്ന് പറയുന്നത് റോബർട്ട് വൈറ്റിന്റെ നമ്മുടെ ഓർപ്പൂസ് മലബാർക്കസ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ സ്കെച്ചുകളെല്ലാം തന്നെ ഇപ്പൊ സ്കാൻ ചെയ്ത് പല ആർക്കൈവിലും നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. BHL പോലുള്ള ആർക്കൈവിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇതിന്റെ ഒറിജിനൽ കോപ്പി എന്ന് പറഞ്ഞൊന്നുണ്ടാവുമല്ലോ, അതായത് ഒറിജിനൽ ആയിട്ട് വരച്ച കോപ്പി, അത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത്, മാനേജ് ചെയ്യുക എന്ന് പറയുന്നതും ചെറിയൊരു കാര്യമാണ്. അതൊരു പേപ്പറിൽ വരച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഹാർഡ് കോപ്പി ആയിരിക്കും. അത് മാനേജ് ചെയ്ത് വെക്കണം. ഇനി ഈ സ്കാൻ ചെയ്ത കോപ്പികളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യേണ്ട ഒറിജിനൽ കോപ്പിയാണ്. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അത് വലിയൊരു പണിയാണ്. ഇനി ഹെർബേറിയം സ്പെസിമെനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹെർബേറിയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹെർബേറിയം ക്യാബിനറ്റിൽ ദീർഘകാലം നൂറ്റാണ്ടുകളോളം സൂക്ഷിച്ചു വെക്കുക, ദ്രവിച്ചു പോകാതെ മറ്റു ജീവികളുടെ ആക്രമണം ഇല്ലാതെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ ലബോറിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സ്പിരിറ്റിലിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാലും ലബോറിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് പഠനവിധേയമാക്കാനുള്ള ഒരു സസ്യത്തിനെ പഠനവിധേയമാക്കാനുള്ള സ്വഭാവ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന ഒരു എവിഡൻസ് ആണ്. ആ എവിഡൻസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു ഫോട്ടോഗ്രാഫിനെ സംബന്ധിച്ച് ആ ഒരു ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഫീൽഡിൽ പോകുന്ന ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുന്നു, വളരെ സിമ്പിളാണ്. 1-2 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഫോട്ടോസ് എടുക്കാം. നമുക്ക് ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്മെന്റ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എത്ര കോപ്പി വേണം, ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കോപ്പികൾ ഉണ്ടാക്കിയെടുക്കാം, ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. പണ്ടത്തെ കാലത്ത് ഒരു ഇന്ത്യയിൽ പഠനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി ഒരു സസ്യത്തിന്റെ ഐഡന്റിറ്റി അറിയാൻ ഒരു സ്പെസിമെൻ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പം ഒരു സ്പെസിമെന്റെ ഒരു ടിഗ് എടുത്ത് അത് ഉണക്കി കൃത്യമായിട്ട് ഒരു ഹെർബേറിയം സ്പെസിമെൻ ഉണ്ടാക്കി അതിനെ ഇംഗ്ലണ്ടിലേക്ക് അയച്ച്, ആ സമയം ഈ ഒരു ക്യാമറയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു കൊടുത്ത് അവിടുത്തെ എക്സ്പേർട്ട് അത് പഠനവിധേയമാക്കി ഇത് ഈ ഒരു സസ്യമാണെന്ന് കൺഫേം ചെയ്ത് അതിന്റെ ഒരു എത്ര വലിയ പ്രോസസ്സാണത്. പക്ഷെ ഇന്ന് അത് അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നു, നമുക്കൊരു എക്സ്പേർട്ടിന് അയച്ചു കൊടുക്കുന്നു, ആൾക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ ഇരുന്ന് അനലൈസ് ചെയ്ത് ഇന്ന സസ്യമാവാം അത് ഇന്ന് ഒരു ഉത്തരം തരാൻ പറ്റും. എത്ര പെട്ടെന്ന് കഴിയും? ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇല്ലാത്തൊരു സമയത്ത്, വരയ്ക്കുന്ന സമയത്തായാലും ഹെർബേറിയം സ്പെസിമെൻ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന സമയത്തായാലും ഈ ഒരു തരത്തിലുള്ള വലിയൊരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതാണ് ഈ ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് അല്ലെ ഫോട്ടോഗ്രാഫുകൾ എടുത്തിട്ട് നമ്മൾ ടാക്സോണമിയിൽ ഫോട്ടോഗ്രാഫ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. വളരെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. മുമ്പുള്ളതിനെക്കാളും ഹാൻഡിൽ ചെയ്യാനും സൂക്ഷിച്ചു വെക്കാനും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനും അതിന്റെ കോപ്പി ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ്.
പിന്നെ സസ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നാശവും ഉണ്ടാക്കുന്നുമില്ല. ഇനി ലിമിറ്റേഷൻസ് പറയുന്നത് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മളൊരു ഇല്ലൂസ്ട്രേഷൻ ആണെങ്കിലും ഒരു ഹെർബേറിയം സ്പെസിമെൻ പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ A to Z ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്ലാന്റിന്റെ ഐഡന്റിറ്റിയിൽ കുറെ ആക്യുറേറ്റ് ആയിരിക്കും. എന്നാൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ആ ഫോട്ടോഗ്രാഫിൽ ഇൻക്ലൂഡ് ആവണമെന്നില്ല. ഒരു സാധാരണ ഒരു റിസർച്ചർ ഒരു പ്ലാന്റിന്റെ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പല ആംഗിളിൽ നിന്നും പലതും ഓരോ ജനുസിൽപ്പെട്ട സസ്യത്തിനും ഏതൊക്കെ ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഫോട്ടോഗ്രാഫ് എടുക്കണം, അതൊക്കെ ഒരു റിസർച്ചറിനെ സംബന്ധിച്ച് അറിയാമായിരിക്കും. നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പ്ലാന്റിനെ ഏതാണ് തിരിച്ചറിയാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാ സ്വഭാവ ഗുണങ്ങളും ആ ഫോട്ടോയിൽ ഉൾപ്പെട്ട് കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പം അതാണ് അതിന്റെ ലിമിറ്റേഷൻ. അപ്പം ആ സ്വഭാവ ഗുണങ്ങളിൽ എത്രത്തോളം സ്വഭാവ ഗുണങ്ങൾ പഠന വിധേയമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫിൽ ഉൾപ്പെടുത്താൻ സാധിക്കും, അത്രത്തോളമാണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ ആക്യുറസി വരുന്നത്. അപ്പം ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് മുമ്പ് വരച്ചു വെച്ച ചിത്രങ്ങളെയും പിന്നീട് വന്ന ഹെർബേറിയ ആയാലും പിന്നെ സ്പിരിറ്റിലിട്ട് സൂക്ഷിക്കുന്ന സ്പെസിമെൻ ആയാലും അതിനെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആക്യുറസി കുറവായിരിക്കും. അതൊരിക്കലും നമ്മൾ റിസർച്ച് പർപ്പസിന് ഏറ്റവും ആദ്യം നമ്മൾ ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് ഐഡന്റിഫിക്കേഷൻ ഒരിക്കലും പ്രിഫർ ചെയ്യാത്തതാണ്. ഒരു റിസർച്ച് പർപ്പസിൽ നമ്മൾ ഒരു പ്ലാന്റിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ലൈവ് സ്പെസിമെൻ അല്ലെങ്കിൽ ഡ്രൈ സ്പെസിമെൻ വെച്ച് തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഫോട്ടോഗ്രാഫ് വെച്ച് പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താവൂ. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, അതിന് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു സസ്യത്തിന്റെ എത്രത്തോളം ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നത് ഒരു പരിമിതിയാണ്. അതാണ് അതിന്റെ ലിമിറ്റേഷൻസ്. അങ്ങനെ ആ ലിമിറ്റേഷൻസ് ഉള്ളിടത്തോളം മിസ് ഐഡന്റിഫൈ ചെയ്യപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു സസ്യത്തിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പല ആംഗിളിൽ നിന്നുള്ള പല ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. അതാണ് അതിന്റെ മിസ് ഐഡന്റിഫിക്കേഷൻ കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഐഡി കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക എന്നതിന്റെ ഒരു വഴി എന്ന് പറയുന്നത് ഒരേ സസ്യം തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ പല ആംഗിളിൽ നിന്നുള്ള പല ഫോട്ടോസ് എടുക്കുമ്പം അതിന്റെ പല ഭാഗത്തെയും പല സ്വഭാവ ഗുണങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ പിന്നൊന്നാണ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നുള്ളത്. സ്വഭാവ ഗുണങ്ങൾ വ്യക്തമാവുന്ന തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് എടുത്താൽ മാത്രമേ നമുക്ക് അതിനെ ഒരു പ്ലാന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിൽ അതിനെ കൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ വെയ്ഗായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച കുറച്ചൊരു ബ്ലർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. അങ്ങനത്തെ ഫോട്ടോഗ്രാഫിൽ നമുക്ക് അതിന്റെ സ്വഭാവ ഗുണങ്ങളും മങ്ങിയാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന പ്ലാന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അറിയാത്ത പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. അങ്ങനെ ഇതിൽ നിന്ന് അതിന്റെ തൊട്ട് മുമ്പത്തെ ഫോട്ടോഗ്രാഫിനെ വെച്ച് നമുക്ക് ഇതിന്റെ സ്വഭാവ ഗുണങ്ങൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് എടുക്കുക. കുറെ സസ്യങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഏത് സസ്യത്തിനാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെ ക്ലിയർ ആയിട്ട് അതിന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു സസ്യം ഇത് നമ്മുടെ തൊടിയിൽ നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്തുന്ന ഒരു സസ്യമാണ്. എനിക്ക് ഈ സസ്യത്തിന് ഇതിന്റെ പേരെനിക്കറിയാം. ഈ സസ്യത്തിന് എനിക്ക് തിരിച്ചറിയണമെന്ന് കരുതാം. ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്താൽ ഇത് കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് കിട്ടും. കോമൺ അല്ലാത്തൊരു പ്ലാന്റ് ആണ് എങ്കിലോ ഇതിൽ നിന്ന് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. ഇതൊരു വള്ളിച്ചെടിയാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിന് കോമ്പൗണ്ട് ലീഫാണ്, ഒരു പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങളും ഇത് മാത്രമേ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്നുള്ളൂ.
ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അയക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു ഫോട്ടോ ഞങ്ങൾ കാണിച്ചിട്ട് ഇത് ഏതാ പ്ലാന്റ് എന്ന് ഇയാൾക്ക് അറിയില്ലേ എന്നുള്ള എന്നോട് മുഖത്ത് നോക്കി ചോദിച്ച ആളുകളുണ്ട്. അപ്പൊ ഞാൻ മറുപടി കൊടുക്കുന്നത്, എടുക്കുന്ന ഫോട്ടോ ഒരു ഫോട്ടോ ഒറ്റ ഫോട്ടോ എടുത്ത് നിങ്ങൾ അയക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫോട്ടോഗ്രാഫിൽ ഇത് കൂടാതെ കുറച്ച് ഫോട്ടോഗ്രാഫ് കൂടി നമ്മൾ എടുത്തു എന്ന് കരുതാം. ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ എടുത്തു, അപ്പൊ നമുക്ക് ഇലയുടെ മുകൾ ഭാഗം എങ്ങനെയാണ് എന്ന് ഇതിൽ നിന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എത്ര നെർവ് ഇതിലുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇലയുടെ വശങ്ങൾ എങ്ങനെയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അഗ്രം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇലയുടെ അടിഭാഗത്തിന്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു എന്ന് കരുതാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് മനസ്സിലാവും. ഇനി അതിന്റെ തണ്ടിന്റെ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ എടുത്തു എന്ന് കരുതാം. അത് തണ്ട് ഒരു ചതുരാകൃതിയിലാണ് തണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ സ്വഭാവ ഗുണങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒറ്റ ഫോട്ടോഗ്രാഫിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഈ ചെടിയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒറ്റ ഫോട്ടോഗ്രാഫ് കൊണ്ട് ഇത്രയും നല്ലൊരു ഫോട്ടോഗ്രാഫല്ല ഞാൻ അയച്ചു കൊടുത്തു, എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഐഡി ചെയ്യാൻ പറ്റുന്നില്ല? ഒരു ഫോട്ടോഗ്രാഫ് മതിയാവുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നതാണ്. ഈ ഒരു ഫോട്ടോ അയക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന കുറച്ച് സ്വഭാവ സവിശേഷതകളുണ്ട് ഒരു സസ്യത്തിന്റെ. അതിൽ ഉൾക്കൊള്ളാത്ത കുറെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഇതിനോടൊപ്പം കൂടുതൽ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇത് ഇലയുടെ മുകൾ ഭാഗം, ഇലയുടെ താഴ്ഭാഗം, പിന്നെ തണ്ടിന്റെ, അത് കൂടാതെ ഒരു പൂവിന്റെ ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം പൂവിന്റെ ഇതളിന്റെ അഗ്രഭാഗത്ത് രോമങ്ങളുണ്ട്. പൂവിന്റെ രണ്ട് ഇതളുകൾ ചേരുന്നിടത്ത് കുറച്ച് രോമങ്ങളുണ്ട്. അതിന്റെ പൂവിന്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് സ്ട്രീക്കുകളുണ്ട്, പർപ്പിൾ സ്ട്രീക്കുകൾ വരുന്നുണ്ട്. ഈ സ്വഭാവ സവിശേഷതകളൊന്നും ആദ്യത്തെ ഫോട്ടോഗ്രാഫിൽ നമുക്ക് ക്ലിയർ ആയിട്ടില്ല. ഇനി പൂവിന്റെ ഒരു സൈഡ് വ്യൂ നമ്മൾ എടുത്തു എന്ന് കരുതാം. ഇതിൽ നിന്ന് മനസ്സിലാകും ഫ്ലവറിന്റെ മൗത്ത് പാർട്ടിൽ കുറച്ച് രോമങ്ങളുണ്ട്. ആ രോമങ്ങൾ വെള്ള നിറത്തിലുള്ള നീണ്ട രോമങ്ങളാണ് എന്ന് മനസ്സിലാവും. പൂവിനൊരു കുഴല് പോലുള്ള ഭാഗമുണ്ട്. അതിന് ബൊട്ടാണിക്കൽ ടൈമിൽ കൊറോള ട്യൂബ് എന്ന് പറയും. അത് കൂടാതെ കാലിക്സ് ഈ പൂവിന്റെ താഴ്ഭാഗത്തുള്ള വിതളം എന്ന് പറയുന്ന ഭാഗം, അത് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കുഴൽ പോലെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആലോചിക്കണം, നമ്മൾ ഒരൊറ്റ ഫോട്ടോഗ്രാഫ്, ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാത്ത ഒരുപാട് സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ കൂടുതൽ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു വലിയ പൂവായതുകൊണ്ട് എല്ലാ പൂവും നമുക്ക് കീറി മുറിച്ച് നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇതൊരു വലിയ പൂവായതുകൊണ്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ആ പൂവ് ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി നോക്കാം, അതിന്റെ ഉൾഭാഗത്ത് എന്താണെന്ന്. അപ്പൊ അതിൽ എങ്ങനെയാണ് അതിന്റെ കേസരങ്ങൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ആ പൂവിന്റെ ഉൾഭാഗത്ത് രോമങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ഒരു കേസരങ്ങൾ ഇങ്ങനെയാണ് അതിനുള്ളിലെന്ന് മനസ്സിലാവും. ഈ ഒരു രീതി മാത്രം കണ്ടാൽ മാത്രം മനസ്സിലാവും ഇതൊരു ബിഗ്നോണിയേസി എന്ന് പറഞ്ഞ സസ്യ കുടുംബത്തിൽ വരുന്ന ഒരു ചെടിയാണെന്ന്. അത് അതിന്റെ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് കാണപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു കേസരങ്ങളാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് ID ചോദിക്കാം. ഒറ്റ ഫോട്ടോഗ്രാഫ് മാത്രം എടുത്ത് ചോദിക്കുന്നത് തെറ്റില്ല. അത് അറിയാവുന്നതാണെങ്കിൽ കിട്ടും, അറിയാത്തതാണെങ്കിൽ ചിലപ്പോൾ ID കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് ആ ഒരു സസ്യത്തിന്റെ കൂടുതൽ ഫോട്ടോഗ്രാഫ് എടുക്കാൻ ചിലപ്പം വളരെ കുറച്ച് സെക്കൻഡുകൾ മതി. ബാക്കി നല്ല കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കൂടി എടുക്കാൻ. പക്ഷെ അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോഗ്രാഫ്സ് കൂടെ ഒരു സസ്യത്തിന്റെ എടുക്കുന്ന സമയത്ത് ആ സസ്യത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള സാധ്യതകളും കൂടുകയാണ്. അപ്പം ഒറ്റ ഫോട്ടോഗ്രാഫിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൽ പതിയാത്ത കുറെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കൂടുതൽ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ പതിയുകയും അതിനെ പഠനവിധേയമാക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഇത് സെയിം കേസ് ഞാൻ പറഞ്ഞു പോയത് നമുക്ക് തൊടിയിലൊക്കെ കാണുന്ന വളരെ വീടായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് അസിസ്റ്റേഷ്യ. ഇത് അറിയുന്ന പ്ലാന്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ട് അറിയാത്തൊരു പ്ലാന്റ് ആണ്, നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ അയക്കുമ്പോൾ
നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോ മാത്രം, ദൂരെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ മാത്രം എടുക്കുന്നതിന് പകരം കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിന്റെ ഇലയുടെയും മുകൾ ഭാഗവും അടിഭാഗവും പിന്നെ പൂങ്കുലയുടെയും പൂവിന്റെ ക്ലോസപ്പും പിന്നെ പറ്റുമെങ്കിൽ ആ പൂ ഒന്ന് വിടർത്തി വെച്ചൊരു ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും സ്വഭാവ സവിശേഷതകൾ ഈ ഫോട്ടോയിൽ ഉൾപ്പെടുകയാണ്. അപ്പൊ അത്രയും കൃത്യമായിട്ട് പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യപ്പെടാനുള്ള സാധ്യതകളും കൂടുകയാണ്. ഇപ്പൊ ഈ പൂവിനെ കീറി മുറിച്ച് പരിശോധിക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ല. ചില പൂവുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിരിക്കും. അപ്പം നമ്മുടെ പറ്റുന്നത്രയും സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പഠന വിധേയമാക്കുക എന്നതാണ് പ്രാധാന്യം. ഇനി ഏറ്റവും ഒരു ഉദാഹരണ സൗകര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഇംപേഷ്യൻസ് എന്ന് പറയുന്ന ജനസിൽപ്പെട്ട 2 സസ്യങ്ങളാണ്. ഇതിന്റെ കളർ വ്യത്യാസം മറന്നേക്കൂ. അത് കാലാവസ്ഥ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വെള്ളയും പർപ്പിളും പല ഇന്റൻസിറ്റിയിലുള്ള ഉണ്ടാവും. അത് വിട്ടേക്കൂ. 2 രണ്ടിന്റെയും പൂക്കൾ തമ്മിൽ നോക്കുക, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇതിനെ ഒരു സസ്യം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു സസ്യം തന്നെയാണ്. അതിന്റെ കളർ വ്യത്യാസം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം. പക്ഷെ ഇത് രണ്ടും 2 സസ്യങ്ങളാണ്. അതെങ്ങനെയാ തിരിച്ചറിയണമെങ്കിൽ അതിന്റെ സൈഡ് വ്യൂ എടുക്കണം. ആദ്യം ഞാൻ കാണിച്ച ചിത്രം അത് ഇംപേഷ്യൻസ് എലഗൻസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. രണ്ടാമത് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇംപേഷ്യൻസ് കോർഡേറ്റ എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ അതിന്റെ സൈഡ് വ്യൂ കാണണം. സൈഡ് വ്യൂവിൽ ഈ രണ്ടിന്റെയും ഈ സസ്യത്തിന്റെ പൂവിന്റെ പിറകു ഭാഗത്ത് ഒരു വാല് പോലെയുള്ള ഭാഗമുണ്ട്. അത് നമുക്ക് ഒരു ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്താൽ അതിൽ പതിയാൻ പാടാണ്. പക്ഷെ ആ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്താൽ മാത്രമേ അതിന് ആ ഒരു വാലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. വാലില്ലെങ്കിൽ അത് എലഗൻസ് ആണ്, വാലുണ്ടെങ്കിൽ അത് കോർഡേറ്റയാണ്. ഇത് മാത്രമേ ഈ 2 സ്പീഷീസ് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് വ്യൂ മാത്രം എടുത്തിട്ട് നമ്മളൊരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിപ്പോ ഇംപേഷ്യൻസ് കോർഡേറ്റയാണോ ഇംപേഷ്യൻസ് എലഗൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അതറിയണമെങ്കിൽ നമുക്ക് അതിന്റെ സൈഡ് വ്യൂ കിട്ടിയേ തീരും. അപ്പൊ അതുകൊണ്ടാണ് ഒരു സസ്യത്തിന്റെ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് മാക്സിമം ആംഗിളിൽ നിന്ന് ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നത് കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷന് സഹായകരമാവും എന്ന് പറയുന്നത്. പിന്നെ ഈ പുല്ലുവർഗ്ഗങ്ങളെ കുറിച്ച് സൈപ്രേസിയ പോയേസിയ കുടുംബത്തിൽ വരുന്ന, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ എരിയോകോളേസിയ ഫാമിലി, ഇങ്ങനെയുള്ളതിൽ വരുന്ന സസ്യങ്ങളെ നമുക്ക് കീറി മുറിച്ച് പൂവിന്റെ ഉൾഭാഗം ഒന്നും പഠിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഈ കാണുന്നതൊക്കെ ഓരോ ചെറിയ ചെറിയ പൂങ്കുലകളാണ്. അതിൻ്റെ ഉള്ളിൽ അത്രയും ചെറിയ പൂക്കളാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അല്ലാതെ തന്നെ കൂടുതൽ ഫോട്ടോസ് എടുക്കുക. അതെങ്ങനെയാണ് അവിടെ വളരുന്നത്, അതിന്റെ പൂങ്കുലയുടെ കുറെ ചിത്രങ്ങൾ അങ്ങനെയൊക്കെ എടുക്കാം. അപ്പം ഇത് സെയിം ഞാൻ പറഞ്ഞ പോയേസിയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മളൊരു പല ടൂളുണ്ട് നമുക്ക് ടാക്സോണമിയിൽ നമുക്ക് വർക്ക് ചെയ്യാനും നമുക്കൊരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാനും പല ടൂൾസ് ഉണ്ട്. അതിൽ ഒരു ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഒരു പഴയ ഡ്രോയിങ്സ് ആയാലും അന്ന് കുറിച്ച് വെക്കുന്ന കുറിപ്പുകളും പിന്നീട് ഹെർബേറിയം സ്പെസിമെനി ആയാലും ലൈവ് സ്പെസിമെനി ആയാലും സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. അതിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും കുറിച്ചും പഠിക്കാനുള്ള ഒരു സ്പേസും അതിനെ പഠിച്ച ശേഷം നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പുമുണ്ട്. ആ ഒരു ഉറപ്പ് നമ്മൾ ഒരിക്കലും ഫോട്ടോഗ്രാഫ് എടുത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കിട്ടില്ല. നമുക്ക് ഒരുപാട് ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഫോട്ടോ കാണുമ്പം ഇത് ഇന്ന സ്പീഷീസ് ആയിരിക്കാം എന്ന് പറയാം. എങ്കിലും 100% ഉറപ്പിച്ച് അങ്ങനെ ഒരു സ്പീഷീസ് ആണ് എന്ന് ഫോട്ടോയിൽ നിന്ന് പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ചില സസ്യങ്ങൾക്കുണ്ട് വളരെ യുണീക്ക് ആയിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവും. ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ആ ഒരു സ്വഭാവ ഗുണങ്ങൾ കൃത്യമായിട്ട് ക്യാപ്ചർ ആയെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കൃത്യമായിട്ട് ഇത് ഈ സ്പീഷീസ് ആവാം എന്നുള്ള ഐഡന്റിഫിക്കേഷനിലേക്ക് എത്താം. അത് ഓക്കെ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിനെ മാത്രം മുൻനിർത്തി നമ്മളൊരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അതത്ര റിസർച്ച് ഫീൽഡിലായാലും ഒരുപാട് അങ്ങ് എന്റർടൈൻ ചെയ്യുന്ന കാര്യമല്ല.
അത് നമുക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്കൊരു ഒരു ഒരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. ഒരു തൊടിയിൽ കാണുന്ന ഒരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക. പക്ഷെ ആ ഫോട്ടോഗ്രാഫ് എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോഴും അത് അയച്ചു കൊടുത്ത് ഒരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴും അതിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അതിൽ ഒരു 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 സസ്യത്തിനെ നേരിട്ട് കണ്ട് അതിനെ കീറിമുറിച്ച് പഠിച്ച് അത് ഈ സസ്യമാണ് എന്ന് പറയുന്ന ഉറപ്പ് ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിൽ സസ്യങ്ങളെ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് പരമാവധി ഫോട്ടോഗ്രാഫ് എടുക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് പരമാവധി സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കിയ ശേഷം പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതും 100% ഉറപ്പായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല. അങ്ങനെ ചില ആളുകളുണ്ട് ഇലയുടെ ഒരു അഗ്രഭാഗം കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു പൂവിന്റെ ഒരു തുമ്പ് കാണുമ്പോഴേക്കും, ഒരു കായുടെ തുമ്പ് കാണുമ്പോഴേക്കും ഇത് ഈ സസ്യം തന്നെയാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഒരു സസ്യം എന്ന് പറയുന്നത് അതിന്റെ വേര് മുതൽ അതിന്റെ നമുക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും സ്വഭാവ സവിശേഷതകൾ നിറഞ്ഞതാണ്. അതെല്ലാം പഠിച്ചാൽ മാത്രമേ അത് ആ സസ്യമാണ് എന്ന് പറയാൻ പറ്റൂ. പിന്നെ അതിന്റെ ചില സസ്യങ്ങൾക്ക് ആ സസ്യങ്ങൾക്ക് മാത്രമായിട്ട് ചില കായകളിൽ ചില പ്രത്യേകതകൾ ഉണ്ടാവും, പൂക്കളിൽ ചില പ്രത്യേകതകൾ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ഇന്ന സസ്യമാണ് നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതായുള്ള സസ്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരുപാട് ഫീൽഡ് നോളജുള്ള ആളുകൾ ഉണ്ടാവും. ദശാബ്ദങ്ങളോളം ഈ കാടുകൾ കയറി അനുഭവ സമ്പത്തുള്ള ആളുകൾ. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഫോട്ടോഗ്രാഫിലൂടെ മാത്രം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഈ സസ്യം തന്നെയാണ് എന്ന് 100% നമുക്ക് വാദിക്കാനും പരിമിതികളുണ്ട്. ഇപ്പം ഒരു റിസർച്ചർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇപ്പം ഒരു റിസർച്ച് പേപ്പർ നമ്മൾ അയക്കുന്ന സമയത്ത് അതിൽ ഒരു സസ്യത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകിൽ നമ്മൾ അതിനെ ഉണങ്ങിയ സ്പെസിമെനോ അല്ലെങ്കിൽ പച്ചയായി നമ്മൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത സ്പെസിമെനോ പഠന വിധേയമാക്കിയിട്ടുണ്ടാവണം. അത് നിർബന്ധമാണ്. ഒരു ഫോട്ടോയെ മാത്രം ബേസ് ചെയ്ത് നമ്മൾ ഒരു സസ്യത്തിന്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രം മേഖല അല്ലെങ്കിൽ അത്ര സുഖകരത്തോടെ അങ്ങ് സ്വീകരിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിന് കാരണം ഇത് തന്നെയാണ്. ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയുന്ന സ്വഭാവ സവിശേഷതകൾക്ക് പരിമിതിയുണ്ട്. അപ്പം ഇനി ഒരു സാധാരണക്കാരനായാലും ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുന്നവരായാലും ഇനി ഒരു നിങ്ങളുടെ തൊടിയിലുള്ള സസ്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിന്റെ പരമാവധി ഫോട്ടോഗ്രാഫ് എടുക്കുക, പല ആംഗിളിലുള്ള ഫോട്ടോഗ്രാഫ് എടുക്കുക. അപ്പൊ ഒരു സസ്യത്തിന്റെ തന്നെ പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫ് എടുക്കുക. ഇലയുടെ ഫോട്ടോഗ്രാഫ് എടുക്കുക, ഇലയുടെ വശങ്ങളുടെ ചിത്രങ്ങൾ. അപ്പൊ അതെല്ലാം പഠന വിധേയമാക്കുമ്പോൾ അത് ഏകദേശം നമുക്ക് അതിന്റെ ഐഡന്റിറ്റി കൂടുതൽ ശരിയായി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എത്രത്തോളം ഫോട്ടോഗ്രാഫ് നമുക്ക് എടുക്കാൻ കഴിയുമോ, എത്രത്തോളം സ്വഭാവ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രത്തോളം ശരിയായിരിക്കും. ഇതാണ് ഞാൻ എൻ്റെ ഒരു ഈ ടോപ്പിക്കിന്റെ ഉദ്ദേശം ഇതായിരുന്നു. അതിന്റെ ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്, അതേപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ നിർത്തുകയാണ്. നന്ദി. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. Arun, good evening. Thank you so much for those interesting and informative talk. എനിക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്തത്, സോ ഐ മിസ്ഡ് ദ ഏർലിയർ പാർട്ട് ഓഫ് യുവർ ടോക്ക്. പക്ഷെ എന്നാലും അവസാനത്തെ ഇതിലൊക്കെ ഐ വാസ് ഏബിൾ ടു ലോഗിൻ ആൻഡ് ദെൻ ലിസൺ. എനിക്കിന്ന് മനസ്സിലാക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടേക്ക് ഹോം പോയിന്റ് ഓഫ് യുവർ പ്രസന്റേഷൻ ഇസ് ദാറ്റ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ആസ്പെക്റ്റിൽ ഒരു ചെടിയുടെ പടം എടുക്കുകയാണെന്നാണെങ്കിൽ വി ഷുഡ് ബി ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് ഇൻ ഡിഫറെന്റ് ആംഗിൾസ്. അപ്പോൾ ഞാൻ ഒത്തിരി പ്ലാന്റ് ഫോട്ടോഗ്രാഫ്സ് എടുത്തൊരു ഗാലറി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ ഷോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നതാണ്. സോ ദിസ് ഇസ് ആൻ ഐ ഓപ്പണർ ഫോർ മീ. പല ആംഗിളുകളിൽ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഐഡന്റിഫിക്കേഷൻ എക്സ്പേർട്സിന് കൊടുക്കുമ്പോഴത്തേക്ക് സാധ്യമാകാനായിട്ട്
എളുപ്പമാവുള്ളൂ. പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 86-ലാണ് when I completed my PG in botany. I had made 150 herbarium sheets. So your talk on herbarium was very nostalgic for me. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തിട്ട് പോരുകയോ ചെയ്തു. ഒരൊറ്റ ഷീറ്റ് എന്റെ കയ്യിലില്ല. അപ്പൊ അരുൺ, വളരെ നല്ല ടോക്കിന് ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. Hello? Can you hear me? Yeah. Ah, Rajesh ആണ്. ഓക്കെ സാർ. സാർ, ഈ എന്താണ് സ്കെയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ സ്കെയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നത് അത് നമുക്ക് ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫീൽഡ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ആ പോയിന്റ് പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. ശരിക്കും അത് നമ്മളൊരു ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആ സസ്യത്തിന്റെ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു നാണയം മറ്റോ വെച്ചാൽ മതി. നമുക്ക് ഈ ഒരു സസ്യത്തിന് ഈ ഒരു വലിപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്കെയിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അത് അല്ല, എന്താണ് അതിന് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ ക്യാമറയിലോ അല്ലെങ്കിൽ മൊബൈലിലോ? അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ചെയ്യാറുള്ള ഒന്നുകിൽ പൊതുവെ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു നാണയോ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു വലുപ്പവുമായി താരതമ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അല്ലെ സ്കെയിൽ ഒരു 15 സെന്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കും. അല്ലെങ്കിൽ ഗ്രാഫ് പേപ്പർ ഉണ്ടാവും, ഈ മെഷർമെന്റ് രേഖപ്പെടുത്തിയ പേപ്പർ ഉണ്ടാവില്ല, ആ പേപ്പറിൽ വെച്ചെടുക്കാം. അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു. നേരത്തെ ബേസിൽ സാർ പറഞ്ഞൊരു പോയിന്റിൽ പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നതും പിന്നെ സസ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതുമുണ്ട്. എല്ലാ ഭാഗത്തിന്റെ ഫോട്ടോ എടുക്കുകയും അതിന്റെ തന്നെ പല ആംഗിളിലുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫിക്കേഷൻ കൂടുതൽ എളുപ്പമാണ്. അപ്പം പല ആംഗിളുള്ളത് തന്നെ സസ്യത്തിന്റെ പല ഭാഗങ്ങളുള്ള പല ആംഗിളിലുള്ള ഫോട്ടോസ് എടുക്കുന്നതാണ് കുറച്ച് വളരെ എളുപ്പം എന്ന് പറയുന്നത്. താങ്ക് യു അരുൺ. അത് ശ്രദ്ധിക്കാം. ഞാൻ പക്ഷെ ഓരോ പ്രാവശ്യം ഒരു സസ്യത്തിന്റെ പടം എടുക്കുമ്പോഴും അതിന്റെ മാക്സിമം ഭംഗിയായിട്ട് എടുക്കാനായിട്ട് അത്രയും ശ്രദ്ധ കൊടുത്തിട്ടാണ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നത് ഞാൻ. പക്ഷെ ഇതേപോലെ പല ആംഗിളുകളിലുള്ള പടങ്ങൾ എൻ്റെ കയ്യിലില്ല. അതിന് ശ്രദ്ധിക്കാം. ഓക്കെ സാർ. ഓക്കെ. ഹലോ അരുൺ, അരുൺ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പ്രത്യേകിച്ചും ഇതിന്റെ നമ്മളെ പറഞ്ഞ സൈബർ ടൈസോണമി, എത്രത്തോളം ഫോട്ടോ ടൈസോണമി എങ്ങനെ, പ്രത്യേകിച്ച് നമ്മളെ ഈ സിറ്റിസൺ സയന്റിസ്റ്റുകൾ നമുക്ക് പല പ്ലാന്റുകളും അത് ലോസ്റ്റ് സ്പീഷീസുകളാണല്ലോ, പെട്ടെന്ന് സ്പീഷീസുകളാണല്ലോ, അവരുടെ ഒരു ഫോട്ടോഗ്രാഫ് കൊണ്ട് ആ സ്പീഷീസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മള് ഈ പുതിയ സ്പീഷീസ് നമ്മള് ഇപ്പം ഇന്ത്യൻ ട്രീറ്റീസ്, അതായത് പിന്നെ ഇന്ത്യൻ ട്രീറ്റീസിന്റെ തുടക്കത്തിൽ, അതായത് ഈ ഫ്ലോർ ഓഫ് ഇന്ത്യ ഒക്കെ തുടങ്ങിയ കാലത്തൊക്കെ ദിനേശ് മോക്കെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് ആയിരക്കണക്കിന് പിക്ചേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പല ആംഗിൾസ്, കാരണം അവർക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. ഗ്രാജുവലി അവരുടെ പ്ലാൻ ഫോട്ടോഗ്രാഫിലേക്ക് തിരിഞ്ഞു. പലപ്പോഴും പല പുതിയ സ്പീഷീസുകൾ ഇവരുടെ ഈ സിംഗിൾ ഷോട്ടിൽ നിന്നായിരിക്കും പിന്നെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഉണ്ട്. അപ്പൊ ഇതേതായാലും പിന്നെ വളരെ ബേസിക് ആയ കാര്യങ്ങൾ വളരെ ഇലാബറേറ്റീവ് ആയിട്ട് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. അരുൺ എല്ലാവിധ ആശംസകളും. കണ്ടിന്യൂ യുവർ ജേർണി ലൈക്ക് ദാറ്റ്. സാർ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു പ്ലാന്റ് അവിടെ ഉണ്ട് എന്നതിനും അതൊരു ഡോക്യുമെന്റേഷൻ ആണ്. അത് സിറ്റിസൺ സയൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനാറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് അതൊരു റെക്കോർഡാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുമ്പോഴാണ് ആ റെക്കോർഡ് വാലിഡ് ആവുന്നത്. അല്ല, പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്ന വേറെ പോയിന്റ് ഇതാണ്, ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് അവിടെ കിട്ടുകയാണ്. അപ്പൊ ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന സമയത്ത് അപ്പൊ ഇപ്പോൾ നമുക്ക് ഇപ്പം പലപ്പോഴും പല പ്ലാന്റുകളും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 2000 അന്ന് അപ്ലോഡ് ചെയ്ത പല സ്പീഷീസുകളും 2020 അതായത് ഇപ്പൊ നിയർലി 20 വർഷത്തിന് ശേഷമൊക്കെയാണ് പുതിയ സ്പീഷീസ് ആയിട്ട്
പലപ്പോഴും പിന്നെ ആളുകൾ പിന്നെ റിസ്റ്റോർ ചെയ്യും. കാരണം ഈ ഇപ്പൊ ഫീൽഡിൽ പോകുന്ന ആൾക്കറിയാം, ഇപ്പൊ ഞാൻ പോകുന്ന വഴി കൂടെ പിന്നെ വേറൊരാൾ ചിലപ്പം അതേ വഴി വരണമെന്ന് ഒരു നിർബന്ധമില്ല ഇന്ത്യയുടെ അപ്പൊ കിട്ടുന്ന ഫോട്ടോഗ്രാഫ് അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും മാക്സിമം ഫോട്ടോഗ്രാഫിന് പ്ലാൻ എടുക്കുക. കാരണം പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത് ആൽഫ ടാക്സിന് പോലും നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ ഇഷ്ടംപോലെ ബോട്ടണിസ്റ്റുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും, ബോട്ടണി ഗ്രാജുവേറ്റ്സ് ഉണ്ടെന്ന് പറയും, എങ്കിലും നമുക്ക് ആവശ്യത്തിലുള്ള സഫീഷ്യന്റ് ആളുകളില്ല. കാരണം പല ആളുകളെന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന സാധനങ്ങളെ ഇമ്മീഡിയറ്റ് പബ്ലിഷ് ചെയ്യുക, അപ്പൊ അതിനെ കമ്പയർ ചെയ്യാണ്ടൊന്നും പിന്നെ നോക്കാറേ ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ റോബർട്ട് വൈറ്റിന്റെ കാര്യമോ അല്ല ബെഡോമിന്റെ കാര്യമോ ഗാംബിളിന്റെ കാര്യമോ ഫിഷറിന്റെ കാര്യമോ ബാൺസിന്റെ കാര്യമോ ക്ലാർക്കിന്റെ കാര്യമോ അല്ല ഗിബ്സന്റെ കാര്യം ഇവർ പറഞ്ഞാൽ ഇവരാരും തന്നെ ബോട്ടണിസ്റ്റുകളല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബോട്ടണി ഒരു പാഷനായിട്ട് എടുത്ത് ചെയ്ത ആളുകളാണ്. കാരണം റോബർട്ട് വൈറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പുള്ളി ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സർജനായിരുന്നു. റോബർട്ട് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പട്ടാള ഓഫീസറാണ്. ഗാംബിൾ എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. ഇപ്പൊ ഇവരൊക്കെ ഇവരുടെ പ്രൊഫഷന്റെ പാർട്ടായിട്ട് അവർ ബോട്ടണി എന്ന് പറഞ്ഞ താല്പര്യപ്പെട്ട് ലോക്കൽ ആർട്ടിസ്റ്റുകളെ പ്രത്യേകിച്ചും ഗോവിന്ദ് രംഗയ്യ പോലെയുള്ള ആളുകളെയൊക്കെ ലോക്കൽ ആർട്ടിസ്റ്റുകളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അന്ന് ഫോട്ടോഗ്രാഫോ പിന്നെ അല്ലെങ്കിൽ വെജിറ്റബിൾ കളേഴ്സ് ഉപയോഗിച്ച് പിന്നെ ചിത്രങ്ങൾ വരച്ചു എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് ഇന്നത്തെ ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതൊരു എസെൻഷ്യൽ ആയിരുന്നു. കാരണം അന്ന് ഫോട്ടോഗ്രാഫി ഇല്ല. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ വഴി. ഇപ്പൊ 2D ഇമേജസ് വരച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇതുമായിട്ട് വെച്ചത്. പക്ഷെ ഇപ്പൊ നമ്മള് ഈ മൊബൈല് ഇത്ര സാർവത്രികം ആയപ്പോഴത്തേന് കിട്ടുന്ന ഫോട്ടോഗ്രാഫിന്റെ മാക്സിമം കളക്ട് ചെയ്യുക, മാക്സിമം ചെയ്യുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. ഓക്കെ, ശരി, താങ്ക് യു. ഹലോ അനുരാജ്, നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സുനിലാണ്. ക്ലാസ് വളരെ നന്നായിരുന്നു. സാധാരണ നമ്മൾ ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ 1-2 ആംഗിളുള്ളതാണ് എടുക്കുന്നത്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ലീവ്സുമായിട്ടോ അല്ലെ ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ അങ്ങനെ എടുക്കാറില്ലായിരുന്നു. അപ്പോൾ വളരെ നന്ദി. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. മാഡം ഒരു 30 സെക്കൻഡ്സ് ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ് സർ. അരുൺ, ഈ ഹെർബേറിയത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു രസകരമായിട്ടുള്ള ഒരു മെമ്മറി വന്നതാണ്. എന്റെ ഫാദർ ഒരു ടാക്സോണമിസ്റ്റ് ആയിരുന്നു സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ. ബോട്ടണി HOD ഒക്കെ റിട്ടയർ ചെയ്തു. ഹീസ് നോ മോർ നൗ. പക്ഷെ അദ്ദേഹം 61 ഫാത്തിമ കോളേജ് കൊല്ലത്താണ് MSc ബോട്ടണി ചെയ്തത്. അപ്പൊ ഞാനൊരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമ കോളേജിൽ ഒരു ടോക്ക് കൊടുക്കാനായിട്ട് ബേർഡ്സിനെ കുറിച്ച് ഒരു ടോക്ക് കൊടുക്കാനായിട്ട് ഞാൻ അവിടെ പോയപ്പോ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ പോയപ്പോ എന്റെ ഫാദർ 61 പ്രിപ്പയർ ചെയ്ത 3 ഹെർബേറിയം ഷീറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഐ ആസ്ക്ഡ് ദി HOD, ഞാൻ പറഞ്ഞു സാർ ഇതിലോ എനിക്ക് വേണം, ദിസ് ഇസ് വെരി പ്രഷ്യസ് ടു മീ. അങ്ങനെ അവർ ആ 3 എണ്ണത്തിൽ നിന്ന് ഒരു 61 എന്റെ ഫാദർ പ്രിപ്പയർ ചെയ്ത ഹെർബേറിയം ഷീറ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വളരെ ഒരു പ്രഷ്യസ് അസറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ദാറ്റ്. വളരെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ അതെ അതെ. താങ്ക് യു അരുൺ. വേറെന്തെങ്കിലും ഉണ്ടോ? മറ്റൊന്നും ഇല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോ അരുണിന്റെ ഈ പ്രസന്റേഷൻ കേട്ടവരൊക്കെയും ഇനി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ഭംഗി മാത്രമല്ല അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുക എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആംഗിളിലുള്ള ഫോട്ടോസും കൂടെ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും നന്നായിട്ട് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അരുണിന് പറ്റിയിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് പേഴ്സണലി സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു ടോക്ക് കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വോക്ക് വിത്ത് VC കമ്മ്യൂണിറ്റിയുടെയും സിറ്റി നേച്ചർ ചലഞ്ച് കേരളം 2026 പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നാളെ മുതൽ സിറ്റി നേച്ചർ ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പൊ നല്ലൊരു ഒബ്സർവേഷൻ ആശംസിച്ചുകൊണ്ട് നിർത്താം. Thank you so much. Good night everyone. Thank you Arun. Thank you sir.